നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടനം മെച്ചപ്പെടുത്തുമോ എന്ന ആകാംക്ഷയിൽ സംഘടിച്ച് ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും. കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇരു പാർട്ടികൾക്കും വിനയാകും. കാരണം കോൺഗ്രസിന്റെ വോട്ടാകും അവരുടെ ഭൂരിപക്ഷത്തെ നിർണ്ണയിക്കുന്നത്. പ്രത്യക്ഷത്തിൽ എ.എ.പിയും ബി.ജെ.പിയും തമ്മിലാണ് മത്സരമെങ്കിലും കോൺഗ്രസും നില മെച്ചപ്പെടുത്താൻ കഠിന പരിശ്രമത്തിലാണ്. ന്യൂനപക്ഷങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനോട് കൂടുതൽ അടുത്ത സാഹചര്യത്തിൽ പാർട്ടിയെ പൂർണ്ണമായും എഴുതിത്തള്ളാനാകില്ല. എന്നാൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വോട്ട് അവസാന നിമിഷം എ.എ.പിയിൽ കേന്ദ്രീകരിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിലുമുണ്ട്. 2015-ലും 2020-ലും യഥാക്രമം 9.7, 4.3 എന്നിങ്ങനെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18% വോട്ട് കഴിഞ്ഞ 2 തവണയും നിലനിർത്തി. ഈ ട്രെൻഡ് നിയമസഭയിലേക്കും കൊണ്ടുവരികയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതല്ലെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നത് മറ്റു പാർട്ടികളെ കുഴയ്ക്കുന്നു. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ തളർത്തി വളർന്ന പാർട്ടിയാണ് എ.എ.പി. ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തിയാണ് അവർ അധികാരം പിടിച്ചത്.